സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയവിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കണ്ടൊരു വീഡിയോ, അതായത് ശ്രീനിവാസന്റെ ഭൗതിക ശരീരത്തിനരികിൽ ഒരുപാട് ചലച്ചിത്ര രംഗത്തുള്ളവരും സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു കൂട്ടത്തിനിടയിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവ് എത്തുന്നു. പിണറായി വിജയൻ സഖാവ് എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സംഭവം, ആ ഒരു വീഡിയോ ഞാൻ ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം. ആ വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു കാര്യങ്ങളെപ്പറ്റി എന്താണെന്നുള്ളത് പറയാം. ഒരു കേരളം എന്ന് പറയുന്നൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതായത് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി, അതിലുള്ള ഒരു തലവൻ, അദ്ദേഹം മുന്നിൽ വന്നപ്പോൾ ഈ ധ്യാൻ ശ്രീനിവാസൻ ഒന്ന് എഴുന്നേറ്റ് നിന്ന് വന്നിച്ചു പോലുമില്ല, നിന്ദിക്കുകയാണ് ചെയ്തത്. എന്തൊരു കഷ്ടമാണല്ലേ. അവരുടെ അച്ഛൻ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി വന്നിട്ട് പോലും ധ്യാൻ ശ്രീനിവാസൻ ആ ഒരു കസേരയിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കുകയോ ആ മുഖ്യമന്ത്രിയുടെ അടുത്ത് ബഹുമാന സൂചകമായിട്ട് ഒന്ന് പെരുമാറുകയോ ചെയ്തിട്ടില്ല, ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എന്താണ് ധ്യാൻ ശ്രീനിവാസ, നീ ഇങ്ങനെ മോശമായിപ്പോയി. അത്രയൊരു പ്രായത്തിനെങ്കിലും നീ പരിഗണിക്കണ്ടേ? ആ ഒരു പ്രായത്തിനെ നീ ബഹുമാനിക്കുകയെങ്കിലും ചെയ്യണ്ടേ? കഷ്ടമാണ് കേട്ടോ. ആ ഒരു ബഹുമാനം നീ കൊടുക്കുന്നില്ലെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എന്നാണ് കമൻറ്റ് ബോക്സിൽ നിറയെ ആളുകൾ പറയാം. ഞാൻ കുറച്ച് കമൻറ്റുകളൊന്ന് വായിക്കാം. ഒരു CM ആണ്, കുറച്ച് ബഹുമാനം നൽകാം. അമ്മ ഓക്കെ, മകന്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് മുന്നിൽ നിൽക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയാണ്, പ്രായത്തിനുള്ള ബഹുമാനം കൊടുത്തില്ല. പിന്നെ വേറൊരു കമൻറ്റിൽ വന്നിരിക്കുന്നത്, അതുല്യ പ്രതിഭ ശ്രീനിവാസന്റെ ധ്യാൻ എന്ന മകന്റെ മുൻപിൽ നിൽക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ദേഹത്ത് തൊട്ട് ശ്രദ്ധ തിരിച്ചപ്പോൾ ധ്യാൻ കാണിച്ച നിഷേധഭാവമാണ്. അച്ഛൻ ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിച്ച മനുഷ്യനായിരുന്നു. പക്ഷേ പിന്നീട് പാർട്ടിയുടെ പോക്ക് ശരിയല്ലെന്ന് മനസ്സിലായി. അതൊക്കെ വിട്ടുനിന്ന മനുഷ്യനാണ്. രാഷ്ട്രീയപരമായി ശത്രുതയും അകൽച്ചയും ഉണ്ടാകാം. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് മുന്നിൽ വന്നത്, അല്ലാതെ ശ്രീ പിണറായി വിജയനല്ല. അത് തിരിച്ചറിയണമായിരുന്നു. മര്യാദ കൊടുക്കുക എന്നത് വിവേകത്തിന്റെ ലക്ഷണമാണ്. അതിൽ ശത്രുത പാടില്ല, ഏത് സാഹചര്യത്തിലായാലും. അഹങ്കാരം, അച്ഛൻ പെട്ടെന്ന് മരിച്ചതല്ല, പ്രതീക്ഷിച്ച മരണം, ദുഃഖമുണ്ടാകും. എന്നാലും ഒരു മുഖ്യമന്ത്രിയല്ലേ, എന്തോ സുഖിക്കുന്നില്ല. ഇങ്ങനെ കുറേ കമൻറ്റുകൾ. ഈ കമൻറ്റുകളെല്ലാം കാണുമ്പോൾ എനിക്കും തോന്നുന്നത് ധ്യാൻ ശ്രീനിവാസൻ ചെയ്തത് ഒരു നിഷേധാത്മകമായ, അല്ലെങ്കിൽ തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനെ ബഹുമാനിക്കാത്ത, പ്രായത്തിന് മാനിക്കാത്ത ഒരു പന്ന ചെറുക്കൻ്റെ സ്വഭാവമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ അത്രയ്ക്കൊരു മൂരാച്ചിയാണോ, അല്ല അത്രയ്ക്കൊരു വൃത്തികെട്ടവനാണോ എന്നുള്ളത്. ഇതിൽ കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകുന്ന മക്കളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, എടാ മക്കളെ, അച്ഛൻ ഇച്ചിരി പ്രായമായെന്നറിയുമ്പോൾ, അച്ഛൻ എന്തെങ്കിലും അസുഖമായെന്ന് മനസ്സിലാവുമ്പോൾ കൊണ്ട് എവിടെയെങ്കിലും അനാഥാലയത്തിലും വൃദ്ധസദനത്തിലും ഒക്കെ തള്ളിക്കളയുന്ന മക്കളൊക്കെ ധ്യാൻ ശ്രീനിവാസൻ്റെയും വിനീത് ശ്രീനിവാസൻ്റെയും ഒക്കെ സ്നേഹം കണ്ടുപഠിക്കണം. അച്ഛന് വയ്യെന്നറിഞ്ഞ അന്നു മുതൽ ഇന്ന് വരെ ഈ അച്ഛനെ ചിതയിലേക്ക് എടുക്കുന്ന സമയം വരെയും അച്ഛനെ ചേർത്ത് പിടിച്ച 2 മക്കളാണ് ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും. ആ ഒരു ശ്രീനിവാസൻ എന്ന് പറയുന്ന മനുഷ്യന്, ആ ഒരു അച്ഛന് അദ്ദേഹത്തിന് മരണസമയത്ത് പോലും വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ടാകും. കാരണം ഇങ്ങനെ 2 മക്കളെ കിട്ടിയതുകൊണ്ട്, ഇങ്ങനെ 2 മക്കൾക്ക് ജന്മം നൽകാനായിട്ട് സാധിച്ചതുകൊണ്ട്. ആ ഒരു മനുഷ്യൻ ഇത്രയും നാളും ജീവിച്ചിരുന്നത് ആ മക്കളുടെ ആ ഒരു കരുതൽ കൊണ്ട് തന്നെയാണ്, ആ മക്കളുടെ സ്നേഹം കൊണ്ടാണ്, ആ മക്കൾ നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. ധ്യാൻ ശ്രീനിവാസൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് താൻ ജനിച്ചതെന്നുള്ളത് ചോദിക്കുന്ന ആളുകളോട്. 1900 സംതിങ് ആ ഒരു ഇയറിൽ എൻ്റെ അച്ഛന് ഒരു മഴയുള്ള കാലത്ത് തോന്നിയ ഒരു തോന്നലാണ്, അങ്ങനെയാണ് ഞാൻ ഉണ്ടാവുന്നതെന്ന്. അങ്ങനെ ഒരു നർമ്മകരമായിട്ടുള്ളൊരു മറുപടി ധ്യാൻ കൊടുക്കുന്നുണ്ട്. പല സ്റ്റേജുകളിലും ധ്യാനിനെ പറ്റി ഈ ശ്രീനിവാസൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴും, ശ്രീനിവാസനെ പറ്റി ധ്യാനിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴും ഇവർ രണ്ടുപേരും പറയുന്നത് എന്തോ ഒരു അച്ഛനും മകനും എന്നുള്ളതിനേക്കാൾ അപ്പുറം എന്തോ ഒരു സുഹൃത്തുക്കൾ പറയുന്നത് പോലെയാണ്. ഇരുവരും എപ്പോഴും കെട്ടിപ്പിടിച്ച് ഉമ്മ എടുത്തുകൊണ്ട് നടക്കുന്ന അങ്ങനത്തെ ഒരു പ്രകൃതമുള്ള ആളുകളൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എവിടെ വെച്ച് കണ്ടാലും ഒരുമിച്ച് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലയിൽ ചീത്ത വിളിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും തമ്മിൽ പറയും. ധ്യാനിന്റെ ചെറുപ്പകാലത്ത് ധ്യാനും ഈ പറയുന്ന നവ്യ നായരോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ വളരെ രസകരമായ രീതിയിലാണ് ശ്രീനിവാസൻ മാധ്യമങ്ങളിലൊക്കെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ധ്യാനിനെ എയറിലാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു അത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ആ ധ്യാൻ ശ്രീനിവാസൻ, ഞാൻ പറഞ്ഞു വന്നത്, അച്ഛനെ അത്രയും അധികം സ്നേഹിക്കുന്ന, വൃദ്ധസദനത്തിലോ അല്ല എവിടെയെങ്കിലും കൊണ്ട് തള്ളാതെ മരണസമയത്ത് വന്നിട്ട് വെറുതെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി മാധ്യമങ്ങളുടെ മുൻപിൽ കരയുന്നൊരു മകനല്ല ഈ ധ്യാനും വിനീതുമൊന്നും.
അവർ രണ്ടും അച്ഛനെ പൊന്നുപോലെ നോക്കിയിട്ട് ആ മനുഷ്യന്റെ അവസാന സമയം വരെയും പൊന്നുപോലെ തന്നെയാണ് നോക്കിയിട്ടുള്ളത്. അവരുടെ ആ സ്നേഹം ആ ധ്യാനിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ ഓരോ തുള്ളി കണ്ണുനീരിലും നമുക്ക് മനസ്സിലാവും, പ്രകടമാണ്. കാരണം നാളിതുവരെയും എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് നടന്നൊരു ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു പയ്യൻ, ആ ഒരു പയ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പെരുമഴ പോലെ പെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ ഒഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ണുനീരിൽ തന്നെ കാണാടാ ആ അച്ഛനോടുള്ള സ്നേഹം. അവിടെ മുഖ്യമന്ത്രി എന്നല്ല, പ്രധാനമന്ത്രി എന്നല്ല, ഏതവൻ വന്നാലും ബഹുമാനിച്ച് എണീക്കേണ്ട ഒരാവശ്യമില്ല. കാരണം മുന്നിൽ ചേതനയേറ്റ് കിടക്കുന്ന ഇന്നലെ വരെ തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ അച്ഛനാണ്. അപ്പോൾ ഇതിൽ കമന്റ് ബോക്സിൽ വന്ന് മെഴുകുന്ന കമ്മിക്കുട്ടന്മാരോട് ഞാനും ചോദിക്കട്ടെ, നിന്റെയൊക്കെ വീട്ടില് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കയറി വരികയാണ് അച്ഛൻ വയ്യാതെ കിടക്കുമ്പോൾ അല്ലെ മരിച്ചു കിടക്കുമ്പോൾ, ആ സമയത്ത് നീയൊക്കെ എഴുന്നേറ്റ് കാല് തൊട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുമോ? അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നീയൊക്കെ അച്ഛനോട് സ്നേഹമുള്ള ഒരു മകനാണെന്ന് ഞാൻ പറയില്ല. ആ അച്ഛനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആ ഒരു മകൻ തന്നെയാണ് ധ്യാൻ എന്നുള്ളത് ഈ ഒരു കാഴ്ച തന്നെ കാണാം. ഞാൻ ഇതിൽ ധ്യാനിനെ ഞാൻ ഒരു കുറ്റം പറയില്ല. കാരണം ധ്യാൻ ചെയ്താണ് നല്ല പ്രവൃത്തി. തന്റെ മുൻപിൽ മോഹൻലാൽ വന്നു, അത്രയും വലിയൊരു നടൻ വന്നു, മമ്മൂട്ടി വന്നു, എത്രയെത്ര വലിയ വലിയ നടന്മാർ വന്നു. ഇവരാരും വന്നപ്പോൾ ഇവരാരും എണീറ്റ് കെട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ആര് വന്നാലും അവരുടെ ഉള്ളിൽ അവരുടെ മുൻപിൽ കിടക്കുന്ന അവരുടെ ശരീരം ചത്തിരിക്കുകയാണ്. ആ മുന്നേ ഇരിക്കുന്ന ധ്യാൻ ശ്രീനിവാസനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ ഇത്രയും ദിവസം കണ്ട ധ്യാനിനെ അല്ല അവിടെ കാണുന്നത്. എത്രയും സിനിമകൾ പൊട്ടിയിട്ട് പോലും ചിരിച്ചുകൊണ്ട് ആ സിനിമയെല്ലാം പൊട്ടിപ്പോയടാന്ന് പറയുന്ന ഒരു ലാഘവമുള്ള ആ ഒരു ധ്യാനിനെ നമ്മൾ കണ്ടിരുന്ന കാലഘട്ടത്തിൽ, അല്ല ആ ഒരു ധ്യാനിനെ നമ്മൾ കണ്ടിരുന്ന ഒരു സമയങ്ങളിൽ ഇങ്ങനെ ഒരു ധ്യാനിനെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനെ കാണുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു ധ്യാൻ ശ്രീനിവാസൻ തന്നെയാണെന്ന് എനിക്ക് സംശയമുണ്ടെന്നുള്ളത്. ഇതിൽ ചില ആളുകൾ കമന്റ് കൊടുത്തിട്ടുണ്ട്, ബഹുമാനം മൃതദേഹത്തിനോട് മാത്രം, ആ മരിച്ചു കിടക്കുന്നത് അവന്റെ അച്ഛനാണോ, അത്രയും ആത്മബന്ധമുണ്ട്, ഇനി രാഷ്ട്രപതി വന്നാൽ പോലും എഴുന്നേൽക്കണമെന്നില്ല. പിന്നെ എന്തിന് ബഹുമാനം, അതൊരു മരണം നടന്നതാ, കണ്ടിട്ട് പോവുക, അത്രമാത്രം. വേറൊരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് മാതാപിതാ ഗുരു ദൈവം എന്നാണ്. അച്ഛന്റെ ശവമഞ്ചത്തിനരികിൽ ഒരു മകനും ആരോടും ഒരു ബഹുമാനവും വേണ്ട, അത് മുഖ്യമന്ത്രിക്കും മനസ്സിലാകും, അദ്ദേഹവും വളരെ മാന്യമായി പെരുമാറുന്നു, കാഴ്ചക്കാർക്ക് എന്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും കമന്റ് ഇട്ടിരിക്കുന്നത്. ആ ഒരു കമന്റ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള, അല്ലെ ആ ഒരു കമന്റ് ഏറ്റവും നമ്മൾക്ക് ഹൃദയത്തിൽ തട്ടുന്ന ഒരു കമന്റ് അല്ലേ. തൻ്റെ അച്ഛനോടുള്ള ഒരു വൈകാരിക നിമിഷം, തൻ്റെ അച്ഛനെ ഒരു നോക്ക് കാണാൻ പറ്റുന്ന അവസാന നിമിഷം, ഇനി മുതൽ നാളെ മുതൽ അച്ഛനില്ല, അച്ഛൻ ഉറങ്ങുന്ന വീടും ആ മണ്ണും മാത്രമാണ് ഉള്ളത്. അങ്ങനെയുള്ളപ്പോൾ തൻ്റെ അച്ഛനെ ബഹുമാനിക്കണോ, അത് അവിടെ വരുന്ന മുഖ്യമന്ത്രി അല്ലെ പ്രധാനമന്ത്രി അല്ലെ അതിനപ്പുറത്തേക്ക് വരുന്ന രാഷ്ട്രപതി ഏതവനും വന്നാലും അവരെ ബഹുമാനിക്കണോ? തൻ്റെ അച്ഛൻ മുന്നിൽ കിടക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് പരിസര ബോധം പോലും ഇല്ലാതെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോലും ചിന്തിക്കാതെ ഒന്നും അറിയാത്ത ഒരു കുഞ്ഞു ചെറുക്കനെ പോലെയാണ് ധ്യാൻ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നത്. അത് കണ്ടിട്ട് പോലും ഈ ഒരു ധ്യാനിനെ പറ്റി ഇങ്ങനെ അപരാധങ്ങൾ വന്ന് പറയാനായിട്ട് വിഷമമില്ലേ, അല്ലെങ്കിൽ നാണമില്ലേ ഈ കമന്റ് ഇടുന്ന കമന്റോളികളെ നിനക്കൊക്കെ? നിന്റെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണ്, അല്ലെ നീയൊക്കെ ഇങ്ങനെയാണ് പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ അവർ പെരുമാറേണ്ട രീതിയിൽ തന്നെയാണ് അവർ പെരുമാറിയിട്ടുള്ളത്. അവരാരെയും ധിക്കരിച്ച് വിട്ടിട്ടൊന്നുമില്ല. അത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവിന് മനസ്സിലായല്ലോ. അത്രയും പ്രായമുള്ള ഒരു മനുഷ്യന് മനസ്സിലായി ആ വീട്ടിൽ അവരിയ്ക്കുന്ന അവസ്ഥ, അവർ തകർന്നിരിക്കുകയാണെന്നുള്ളത്. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ മുഖ്യമന്ത്രി കൈ കൊടുക്കുന്നു, മുഖ്യമന്ത്രി പോകുന്നു. അപ്പോഴും ഈ കമന്റ് ഇടുന്ന കമന്റോളികൾക്കാണ്, സൈബർ പോരാളികൾക്കാണ് ദേഷ്യം. അതായത് ധ്യാൻ ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. ആ ധ്യാൻ ചെയ്തൊരു നല്ല പ്രവൃത്തി തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ആ ഒരു അച്ഛൻ, ആ അച്ഛനെ സ്നേഹിക്കുന്ന ഒരു മകൻ, ആ മകൻ ആ അച്ഛൻ്റെ മുൻപിലല്ലാതെ മറ്റൊരാളുടെ മുൻപിലും തല വണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. തൻ്റെ അച്ഛനെ ഒരു നോക്ക് കാണാൻ വേണ്ടി, തൻ്റെ അച്ഛനെ പെട്ടെന്ന് ചിതയിലേക്ക് എടുക്കുന്നതിന് മുൻപ് കുറച്ചു നേരമെങ്കിലും ആ അച്ഛനൊപ്പം ഇരിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഏത് മകനും തോന്നാം. ഒരു നല്ല മകനെയാണ് ഞാൻ അവിടെ കാണുന്നത്. ഒരു അച്ഛനെ സ്നേഹിക്കുന്ന, എങ്ങനെ അച്ഛനെ സ്നേഹിക്കണമെന്ന് കാണിച്ചു തരുന്ന രണ്ടുപേരാണ് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും. പ്രത്യേകിച്ച് ധ്യാൻ ആ അച്ഛനോടൊപ്പം എന്നും അച്ഛനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നടക്കുന്ന, ഇത്രയും പ്രായമായിട്ടും ആ അച്ഛനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന, ആ അച്ഛനെ വിടാതെ ഒരു സുഹൃത്തിനെ പോലെ കൊണ്ടു നടക്കുന്ന, അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു, ഒരു സുഹൃത്തിനെ പോലെയാണ് മക്കളെ കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സ്നേഹമുള്ള രണ്ടുപേരെ തമ്മിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുടുംബത്തിനെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്നത് കൊണ്ട് നിനക്കൊക്കെ എന്താ കിട്ടുന്നത്? വെറുതെ ഒരാളുടെ ശവശരീരം കുത്തി തിന്നുന്നതിന് തുല്യമാണ്. കഷ്ടമാണ് കേട്ടോ. ധ്യാൻ എന്തായാലും ചെയ്തത് നല്ല പ്രവൃത്തിയാണെന്ന് ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രിയെ ധിക്കരിച്ചത് കൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത്. ആര് വന്നാലും അവിടെ എണീറ്റ് വണങ്ങേണ്ട ആവശ്യമില്ല. തൻ്റെ അച്ഛൻ മുൻപിൽ മരിച്ചു കിടക്കുന്നു, തൻ്റെ അച്ഛനെ ചിതയിലേക്ക് പെട്ടെന്ന് എടുക്കും. ആ ഒരു അവസരത്തിലും തൻ്റെ അച്ഛനോടൊപ്പം തന്നെ ഇരിക്കണമെന്നുള്ള ധ്യാനിൻ്റെ ആഗ്രഹം, അല്ല അച്ഛനോടൊപ്പം തന്നെ ഉണ്ടാവണം എന്നുള്ളൊരു ധാർഷ്ട്യം, അതുകൊണ്ട് തന്നെയാണ് ധ്യാൻ ഈ രീതിയിൽ പെരുമാറിയതെന്നുള്ളത് വിവരവും വിദ്യാഭ്യാസവുമുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ ഉള്ളവന്മാർ ഇങ്ങനെ കമന്റ് ബോക്സിൽ വന്നിട്ട് രോഷം ഇങ്ങനെ പ്രകടിപ്പിക്കും. കഷ്ടമാണ് കേട്ടോ.